മിഥുനയ്യപ്പൻ PCR നിന്ന് ഒപ്പം ചേരും. അവിടെ ഒരു തരത്തിലും ഈ മുന്നണിയിലേക്ക് വരാത്ത, അരങ്ങിലേക്ക് വരാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഉറക്കമുളഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. എഡിറ്ററുണ്ട്, ടെക്നീഷ്യനുണ്ട്, സ്വിച്ചറുണ്ട്, പിന്നെ ഓഡിയോ ക്രമീകരിക്കുന്ന ഗോവിന്ദുണ്ട്. അപ്പം മിഥുൻ ആദ്യം സ്വയം ഒന്ന് പറയണം, എന്നിട്ട് അവരിലേക്ക് പോകണം. മിഥുൻ. ഗുഡ് മോർണിംഗ് ആൾ. ഗുഡ് മോർണിംഗ്, നമസ്തേ. നമ്മളിപ്പോൾ കലോത്സവത്തിൻ്റെ ഏറ്റവും അവസാന ദിവസത്തേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസങ്ങൾ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ കലോത്സവത്തിൻ്റെ ഏറ്റവും അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ വളരെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണുള്ളത്. നേരത്തെ ഇവരെല്ലാം പാട്ടുപാടി ശിവദാസൻ്റെ ആരായിരുന്നു, ആമിനത്താത്തയോ, അതെല്ലാം കേട്ടു. ശിവദാസ് ഇതൊന്നും അല്ല കേട്ടോ, ശിവദാസ് ഇതിനപ്പുറമുള്ള പ്രകടനങ്ങളുണ്ട്. പക്ഷേ അതൊരു ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ പുറത്തു വരൂ എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. എന്തായാലും എൻ്റെ വിശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പുത്തമ്പുലരിയിലും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിൽ ജനം ടിവിയുടെ ഒരുവിധമല്ല എല്ലാ കലോത്സവത്തിലും ഞാനുണ്ടായിരുന്നു. ഈ കലോത്സവത്തിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയാനുള്ളത് എന്നെക്കുറിച്ചല്ല, എൻ്റെ ഒപ്പമുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഏതൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും മനോഹരമായൊരു പെയിൻറ്റിങ്, ഈ കാണികളെല്ലാം ആകർഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിന് പുറകിൽ ഒരു ചിത്രകാരനുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം മനോഹരമായി ആസ്വദിക്കുന്ന, നമ്മളെല്ലാം കൂളാക്കുന്ന, നമ്മളെല്ലാം വളരെ ആവേശത്തിലാക്കുന്ന തരത്തിലുള്ള നല്ല ഗാനങ്ങൾക്ക് പിന്നിൽ നല്ല പ്രഗത്ഭനായിട്ടുള്ള, പ്രതിഭാധനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം ഉണ്ട്. അതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തെ മിനുക്കിയെടുത്ത് ഒരു കാണാൻ കൊള്ളാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കൊള്ളാവുന്ന തരത്തിലേക്ക് ഒരുക്കിയെടുക്കുന്നത്. അവരെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജനം ടിവിയുടെ കലോത്സവം PCR കടന്നു പോകുന്നത്. അത് നിങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കൃഷ്ണരാജേട്ടനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ തൊട്ടുപുറകിൽ, എന്നാൽ വേദിയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ PCR ഉള്ളത്. ആ PCR നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കുള്ള പാത ഒരു പക്ഷേ ഒരു കല്ലും മുള്ളും നിറഞ്ഞ പാതയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ PCR നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ PCR എത്തിക്കഴിഞ്ഞു. ഇതാണ് ജനം ടിവിയുടെ എന്താ പറയുക, ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള, ഇവിടെ നിന്നാണ് എല്ലാ പമ്പിങ്ങും, ഒരു ഹൃദയമാണ് ഇവിടെ നിന്നാണ് എല്ലാവിടേക്കുള്ള പമ്പിങ്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം. PCR നിന്നാണിപ്പോൾ ഇപ്പോഴും അവർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. ഒന്ന് ചിരിക്കും മാഷുമാരെ, മതി. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പ്രഹ്ലാദ് ഓഡിയോ ചീഫാണ്, ഓഡിയോ വിഭാഗത്തിൻ്റെ ചീഫാണ്. മാത്രമല്ല ഈ പ്രോഗ്രാമിൻ്റെ, കലോത്സവത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. നന്നായി പോണു, അടിപൊളി. ഇപ്പോൾ നമ്മളല്ലേ ലാസ്റ്റ് ഡേ ആയിരുന്നു. എല്ലാവരും രാവിലെ വരും, 11:30-12 മണി പോയാലും ഒരു ക്ഷീണവും ഇല്ല, ഭയങ്കര എനർജറ്റിക്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം നമുക്ക്. പറഞ്ഞോളൂ ചേട്ടാ. ഹായ്, ഒന്ന് പരിചയപ്പെടുത്തു. പേര് അരുൺ, PCR ചാർജുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ എഡിറ്ററാണ്. കലോത്സവത്തിന് ഒരു 3 കലോത്സവം ഒഴിച്ച് ബാക്കി ജനത്തിൽ വന്ന എല്ലാ കലോത്സവത്തിലും ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ കലോത്സവത്തിൽ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം, എനിക്ക് ഭയങ്കരമായിട്ട് സംഘനൃത്തം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടാതെ ഒരു ട്യൂഷൻ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് മിക്സഡ് കോമ്പിനേഷനായിട്ട് ഈ സംഘനൃത്തം എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അത് ഒന്ന് അറിയുന്നതിന് വേണ്ടി കൂടുതലാണ് ഞാൻ ജനത്തിൽ വന്നതിന് ശേഷം ആദ്യം കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാരണം. പക്ഷെ അത് പിന്നെ ഒരു വൈബായി. പിന്നെ ഈ ഒരു ടീം, പ്രഹ്ലാദിൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരു ടീം, നിങ്ങൾ ഈ മിഥുൻ അയ്യപ്പൻ, അതുപോലെ തന്നെ പ്രത്യേകിച്ചും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് മിഥുൻ അയ്യപ്പൻ, തഗ്ഗിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. അത് ലൈവ് ഫീൽഡിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് കലോത്സവം ഒരിക്കലും മിസ്സാക്കാൻ ശ്രമിക്കാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ മകരവിളക്കിന് ശേഷമാണ് ഇങ്ങ് ഇറങ്ങി. ശബരിമല മകരവിളക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്രയും പരിപാവനമായി നമ്മൾ ലൈവ് ചെയ്യുന്ന ഒന്നാണ്. ആ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടീം ഉടനെ തന്നെ മലയിറങ്ങി ഈ കലയുടെ തിരി തെളിഞ്ഞത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാജേഷേട്ടൻ പറയൂ. കലോത്സവത്തിൽ വരാൻ ഒരു 2 ദിവസം താമസം എടുക്കേണ്ടി വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല മകരവിളക്ക് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ പ്രേക്ഷകരാരും അത് അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ അഭാവം അറിഞ്ഞു. അതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടത്തേക്കാണ് വന്നത്. നൈറ്റ് ഒരു
ഒരു 6 മണിയോടുകൂടിയാണ് ഇവിടെ വന്ന് സെറ്റ് ചെയ്തത് എല്ലാം കൂടി. PCR സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അന്ന് തന്നെ വൈകുന്നേരം ലൈവ് കയറിയിരുന്നു, ഇവിടെ PCR തന്നെ കയറിയിരുന്നു. ഇനി അടുത്ത് നമ്മുടെ ഗോവിന്ദേട്ടാ, ഇത് എത്രാമത്തെ കലോത്സവമാണ്? ഞാനിപ്പം നാലാമത്തെ അടുപ്പിച്ച് ചെയ്യുന്നത്. ഇപ്പം കോഴിക്കോട്, അത് കഴിഞ്ഞ് കൊല്ലം ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം എൻ്റെ സ്ഥലം തന്നെയാണ് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ഇപ്പം ഇതാ ഇവിടെ ഇത് 4 തന്നെ. എങ്ങനെയുണ്ട് ഈ കലോത്സവം? തൃശ്ശൂർത്തെ കലോത്സവം എങ്ങനെയുണ്ട്? കലോത്സവം അടിപൊളിയാണ്. എല്ലായിടത്തും പോലെ ഞങ്ങൾക്ക് എല്ലാം ഒരേപോലെയാണ്. എന്തായാലും നല്ല രസമായിട്ട് പോകുന്നുണ്ട്. തിരക്കില്ല കേട്ടോ, ആളിച്ചിരി തിരക്കില്ല. അപ്പോൾ ഇല്ല ഉണ്ട് നമ്മുടെ ആദർശ്, നമ്മുടെ സാരഥിയാണേ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന്. എന്താണ് ഈ തൃശ്ശൂർത്തെ റോഡുകളെ പറ്റി എങ്ങനെയുണ്ട് സാരഥിയോട് ചോദിക്കാം. അടിപൊളിയാണ്. ഈ 5 ദിവസം കൊണ്ട് ഈ തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റി. ഈ റൗണ്ട് തന്നെ ഒരുപാട് വട്ടം കറങ്ങാനും പറ്റി. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ഇപ്പം നിൽക്കാൻ പറ്റിയ വലിയ സന്തോഷം. എന്താണ് ഈ കലോത്സവത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ? സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ കലോത്സവത്തിനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഈ ഇത്രയും വേദികളിൽ പോകാൻ പറ്റി. പിന്നെ വേറൊരു നമുക്കൊരു ക്യാമറ, ഇപ്പോൾ എനിക്ക് ക്യാമറ ചെയ്യുന്നത് നമ്മുടെ അരുൺ ചേട്ടൻ. നമുക്ക് ഈ ക്യാമറയിൽ അതിൻ്റെ വിഷ്വൽ പോകുന്നുണ്ടാവുന്നതാണ്. അരുൺ ചേട്ടാ പറ, ഇത് എങ്ങനെയുണ്ട് കലോത്സവം? ഇപ്പോൾ ഇവിടെ വരെ എത്തി, ഇന്ന് തീരുവാണ്, സങ്കടമുണ്ടോ? ഞാൻ 10 വർഷമായിട്ട് കലോത്സവത്തിനുണ്ട്. ഗംഭീരമാണ്, ഫുൾ വൈബാണ്. സങ്കടമുണ്ടോ ഇത് തീരുന്നതിൽ? അതോ വീട്ടിൽ പോകാനുള്ള? കാരണേ കുറച്ച് ദിവസമായി ഈ പര്യടനം, ഈ കേരള പര്യടനം ആരംഭിച്ചു തുടങ്ങിയിട്ട് അത്രയായി. അല്ല, അതാ പറഞ്ഞതേ, നമ്മളെ ശബരിമല കഴിഞ്ഞ് നേരെ ഇങ്ങി ഇറങ്ങിയതാ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അത്. എന്തായാലും പ്രിയൻ ചേട്ടാ വരൂ, നമ്മുടെ മറ്റൊരു സാരഥിയാണ്. പറയൂ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? കലോത്സവം അടിപൊളിയായിരുന്നു. വന്ന് ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. ആദർശ് പറഞ്ഞ പോലെ ഇവിടെ റൗണ്ട് കുറേ കറങ്ങാൻ പറ്റി. അത് തന്നെയാണ്. അതെ, എവിടെ നോക്കിയാലും ഈ 3 ഗോപുരം കാണുന്നുണ്ടേ, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഇല്ല. എന്നാലും കറങ്ങി എത്തിയ സ്ഥലത്ത് തുടക്കത്തിലുണ്ടായിരുന്നു. അതാണ് ഇവിടെ എത്തുന്നവർക്ക് ഈ തെക്കേ നടയിലെത്തിയാലും കിഴക്കേ നടയിലെത്തിയാലും പടിഞ്ഞാറ് നടയിലെത്തിയാലും ഈ ഒരേ ഗോപുരം കാണുന്നുണ്ട്. റൗണ്ട് അത്രയും തീരുന്നില്ല എന്നുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മേഖലയെ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ എഡിറ്റിംഗ് ആണ്. ആള് കേൾക്കുന്നുണ്ടോ എന്തോ? ഹലോ, തിരക്കൊഴിഞ്ഞോ? ഒഴിയാനുള്ള യാതൊരു സാധ്യതയില്ല ബിലേഷ്. കാരണം നമ്മളെല്ലാം പണി കഴിഞ്ഞ് വീട്ടിൽ പോയാലും, അതായത് റൂമിൽ പോയാലും, ഇവിടെ നിന്ന് 24 മണിക്കൂറും കർമ്മനിരതൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് വല്ല സ്റ്റോറികളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇനി ഒരു 1-2 കൂടി ഉണ്ട്. 1-2 കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വരും. ഒറ്റയ്ക്കാണ് ഒരു കലോത്സവത്തെ ലീഡ് ചെയ്തിരിക്കുന്നത്, ഈ എഡിറ്റിങ്ങിനെ ലീഡ് ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. റിപ്പോർട്ടർമാരുടെ എത്രയോ സ്റ്റോറീസ്, എൻ്റെ അടക്കമുള്ള എത്രയോ സ്റ്റോറീസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ തവണത്തെ സ്റ്റോറീസൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സ്റ്റോറീസ് ആണ്. എത്ര സ്റ്റോറീസ് ചെയ്തു? എണ്ണം എല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വരുന്നു, എഡിറ്റ് ചെയ്യുന്നു, വിടുന്നു, അടുത്ത വരുന്നു, എഡിറ്റ് ചെയ്യുന്നു, വിടുന്നു. ഇനി അടുത്ത റിപ്പോർട്ടർ നമ്മൾ നേരത്തെ കണ്ട സംഘത്തിലില്ല. എന്താണ് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. അശ്വതി സതീഷാണോ അശ്വതി വാഗമണ്ണാണോ? അശ്വതി സതീഷുമാണ്, അശ്വതി വാഗമണ്ണുമാണ്. ഇവിടെ ജനത്തിൻ്റെ കുടുംബത്തിൽ എന്നെ അശ്വതി വാഗമൺ എന്ന് വിളിക്കും. കുറേ അശ്വതിമാരുള്ളതുകൊണ്ട് ഞാൻ അശ്വതി വാഗമൺ എന്ന് ഇവിടെ അറിയപ്പെടുന്നു. അല്ലാതെ എൻ്റെ പേര് അശ്വതി സതീഷ് എന്നാണ്. ഞാൻ ഇവിടെ സത്യത്തിൽ എനിക്ക് കലോത്സവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഒരു കാഴ്ചക്കാരിയായിട്ടോ ഒരു മത്സരാർത്ഥിയായിട്ടോ ഞാൻ ഒരു കലോത്സവ വേദികളിലും ഇന്ന് വരെയും പോയിട്ടില്ല. അതുകൊണ്ട് ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. റിപ്പോർട്ടറായിട്ടാണെങ്കിലും ഒരു കാഴ്ചക്കാരി എന്ന നിലയ്ക്കും എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എല്ലാ വേദികളിലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കൃഷ്ണനോട്, കൃഷ്ണേട്ടാ ഞാൻ ഇന്ന ഇതിൽ പൊക്കോട്ടെ. കൃഷ്ണേട്ടൻ പറയും ക്യാമറ ഇല്ല, വെയിറ്റ് ചെയ്യും, പോവാം. എന്നാലും ഞാൻ പോവും. പറ്റാവുന്ന വേദികളിലൊക്കെ പോയി. ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കൂടിയാട്ടം കാണാൻ പോയി. നാടോടി നൃത്തം ഇനി കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. പെട്ടെന്ന് തീർന്നു പോയ പോലെ. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ 4 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യും, എങ്ങനെ പോകും, ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ വളരെ കൂളായിട്ട് പോയി. പിന്നെ സ്റ്റോറികളൊക്കെ എങ്ങനെയാണ് എന്തൊന്നും അറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും ഒപ്പം ഞാനും പോയി കണ്ടു പോന്നു. ഹാപ്പി. അപ്പോൾ അടുത്ത കലോത്സവം എവിടെയാണെങ്കിലും ഉണ്ടാവില്ലേ ജനത്തിനൊപ്പം? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പോകും എന്നുള്ളത് ഞാൻ ഇപ്പോഴേ ചെല്ലുമ്പോഴേ ഞാൻ പറയും. ഈ കലോത്സവം എന്ന് പറയുന്നത് ഒരു ശരി മിഥുൻ,
അപ്പോൾ നമുക്ക് ഒരു ചുരുളിയാണ് കലോത്സവം എന്ന് പറയുന്ന ഒരു ചുരുളിയാണ്. കാരണം ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. കലോത്സവം വീണ്ടും വീണ്ടും എത്തിപ്പെടാൻ പോകുന്ന ഒരു ഒന്നാണ്. പിന്നെ നമുക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാനുണ്ട്. കാരണം ശിവദാസിന്റെ ആമിന താത്തയ്ക്ക് ശേഷം അതിനെ വെല്ലുന്ന ഒരു പ്രകടനത്തിന് വേണ്ടി നമുക്ക് PCR ടീം തയ്യാറാണ്. ശിവദാസിന്റെ ആമിനത്താത്ത പ്രകടനം കണ്ടില്ലേ? നമുക്കതിനെ വെല്ലണ്ടേ? പിന്നെ നീ ഒരു പാട്ട് പാടിയ എല്ലാം ഓക്കെ ആവും. നമുക്കൊരു പാട്ട് പാടാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാട്ടൊക്കെ പാടി. പക്ഷെ ഇത്തവണ നമുക്ക് PCR എല്ലാവരും ടീം ശിവദാസിന്റെ ആമിനത്താത്തയൊന്നും ഒന്നുമല്ല എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മളതൊന്ന് പോവാം. തുടങ്ങാം. റെഡി 1 2 3. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി. അരവാദം തകതാളം തള്ളി അരമണിക്കിങ്ങിണി കിളി പാകി. ഇമകളെന്തു ഭംഗി ഇവളിലെ കവളിനെന്തു കാന്തി. അതരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാം. കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്താ, പൂരമെനിക്കൊന്നു കാണണം, പൂരമെനിക്കൊന്നു കാണണം പൂരമെനിക്കൊന്നു കാണണം കാന്താ. ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഇനി അടുത്ത് വരാം. പക്ഷേ കലയുടെ പൂരം കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതുവരെ എത്തില്ലടേ നീ. പൂരം കാണാൻ വരാൻ അനുമതി ചോദിക്കുന്നതേ ഉള്ളൂ.